ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കളിക്കൂടിൻ്റെ വരാൻ പോകുന്ന അപ്കമിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായത് കാരണം സുധീഷിന് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തോമസ് ചേട്ടനുമായി സംസാരിക്കാനായി ഒരു ദിവസം സുധീഷ് ട്രാവൽസിലേക്ക് വരുന്നുണ്ട്. തൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സൊക്കെ മറ്റു ഡ്രൈവർമാരുടെ അടുത്തേക്ക് പോകുന്നത് കണ്ട് സുധീഷിനാകെ വിഷമാവുന്നു. ഒരു സ്റ്റാഫ് സുധീഷിനെ കണ്ട്, എന്താ സുധീഷ് ഈ വഴിയൊക്കെ, നിനക്കിവിടെ കുറച്ച് നാളത്തേക്ക് ജോലിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇത് കേട്ടുകൊണ്ടുവന്ന മറ്റൊരു സ്റ്റാഫ്, ജോലിയില്ലേ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, നീ അറിഞ്ഞില്ലേ സുധീഷ് ശരിക്കും വണ്ടി ഓടിക്കാതെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അന്ന് പോലീസ് കുറച്ച് നാളത്തേക്ക് വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈസൻസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് സ്റ്റാഫ്. ഞാൻ ഓണറിനെ കാണാനാണ് വന്നത്. ഞാനിവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനിവിടെ വരും. ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് തോമസ് ചേട്ടനെ കാണാനായിട്ട് പോവാണ്. എന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ, ഒരു മാസത്തേക്ക് ഒന്നും ചെയ്യാനാകില്ല എന്നും വെയിറ്റ് ചെയ്തേ പറ്റൂ എന്നും അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് വിഷമത്തോടെ സുധീഷ് അവിടെ നിന്നും പോവാണ്. പിന്നീട് സുഭാഷും നികേഷും നിതീഷും ഹരീഷും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധീഷ് വിഷമത്തോടെ വന്ന് ഇറയത്തിരിക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ ആ സമയം വരുന്നുണ്ട്. എന്താ സാർ അകത്തേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് കളഞ്ഞല്ലോ, നടക്കുന്നതൊക്കെ ഞാനും കാണുന്നുണ്ട്. ഈ വീട്ടിൽ ആരും തരുന്നില്ലല്ലോ, മോളെ വണ്ടി അടിക്കാൻ കൊണ്ടുപോയി, അവള് വേണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് ഇവരെയൊക്കെ മിണ്ടാതെ നിന്നു. നിന്റെ പെണ്ണിന്റെ കൂടെ ജീവിക്കണമെന്ന് അവർക്ക് ആഗ്രഹമില്ലേ? ഇത് കേട്ട് സുഭാഷ് അങ്ങോട്ട് എരികേറ്റാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നടന്നതൊക്കെ ഞാൻ കാണുകയല്ലേ, കണ്ണു കെട്ടി ഇരിക്കൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഭാസ്കരൻ. ഇപ്പോൾ നിന്റെ ജോലിയും പോയില്ലേ, അവൾ നിന്റെ ഭാര്യയാണെന്ന ചിന്ത നിനക്കും ഇല്ല. നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ ദേഷ്യത്തോടെ സുഭാഷ് പറയുന്നുണ്ട്. പുറത്ത് സമാധാനം ഇല്ലാണ്ടാണ് ഇങ്ങോട്ട് വന്നത്, ഇവിടെ അതിലും വലിയ സമാധാനക്കേടാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ സുധീഷ്. ഏറ്റവും അവസാനം എന്നെ ഒഴിവാക്കിയതുപോലെ നിന്നെയും ഒഴിവാക്കുമെന്ന് പറയുന്നുണ്ട് ഭാസ്കരൻ. ഞാൻ ഈ സൈഡിൽ കട്ടിലിട്ട് കിടക്കുന്നത് പോലെ നീ അപ്പുറത്തെ സൈഡിൽ കട്ടിലിട്ട് കിടക്കും, ഫിനിഷ്. പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് നാട്ടുകാർ പറഞ്ഞ് അവസാനം ഒരു പെണ്ണ് വന്നപ്പോൾ അവർക്ക് സന്തോഷം താങ്ങാൻ വയ്യ. ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന സുധീഷാണെങ്കിൽ അകത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ദേഷ്യത്തോടെ സുധീഷ് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് മദ്യപിക്കുന്നുണ്ട്. അപ്പോൾ തോമസ് ചേട്ടനും ഉണ്ടായിരുന്നു അവിടെ വെച്ച് സുധീഷ് മദ്യപിച്ച് താൻ അനുഭവിക്കുന്ന വിഷമങ്ങൾ പറയുമ്പോൾ അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നിധി, ഞങ്ങൾ തമ്മിലുള്ള കല്യാണം ഒരു കല്യാണമായിട്ട് കണ്ടിട്ടില്ലെന്നും ഞാനിത് എൻ്റെ കല്യാണമായിട്ട് കണ്ടതെന്നും പോലീസ് സ്റ്റേഷനിൽ വെച്ചുണ്ടായത് ഒരു കള്ള കല്യാണമായിരുന്നു എന്നും അയാൾ തുറന്നു പറയുന്നുണ്ട് സുധീഷ്. നിധിക്ക് അവരുടെ വീട്ടുകാർ നിശ്ചയിച്ച കല്യാണം ഇഷ്ടമായിരുന്നില്ല എന്നും അവൾ ആ കല്യാണത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്നോട് സഹായം അഭ്യർത്ഥിക്കുകയും അങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുകയും പിന്നീട് ഒരുപാട് അകലുകയും ചെയ്യും എന്നെല്ലാം പറയുമ്പോൾ, എടാ നീ എന്തായാലും ഒരു കല്യാണം കഴിച്ചു, അവളുടെ ഭർത്താവായിട്ട് ഇനി ഇത് ജീവിക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തോമസ് ചേട്ടൻ. അതെങ്ങനെയാ തോമസ് ചേട്ടാ, അവൾ എന്നെ ഭർത്താവായിട്ട് കാണുന്നില്ലല്ലോ, അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. പെണ്ണുങ്ങളെല്ലാം ഒന്നും തുറന്നു പറയില്ല, നമ്മൾ വേണം മനസ്സിലാക്കിയെടുക്കാൻ. അന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കണ്ടതാണ് നിന്നെ അവൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും വിഷമിച്ചു നിൽക്കുന്നതും. നീ നിന്റെ അവകാശം അവളുടെ അടുത്ത് കാണിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ തോമസ് ചേട്ടൻ. അധികാരത്തോടെ സംസാരിക്കുന്ന ആണുങ്ങളെയായിരിക്കും പെണ്ണുങ്ങൾക്ക് ഇഷ്ടം എന്നെല്ലാം തോമസ് ചേട്ടൻ പറഞ്ഞത് പ്രകാരം മദ്യപിച്ച് ലേക്ക് കേട്ട് കിളിക്കൂട്ടിലേക്ക് വരുന്നുണ്ട് സുധീഷ്. നിധിയുടെ റൂമിനടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് റൂമിനകത്ത് കയറി വാതിലടച്ച് കുറ്റിയിടുകയാണ്. ഇതറിയാതെ നല്ല ഉളക്കത്തിലാണ് കേട്ടോ നിധി. സുധീഷാണെങ്കിൽ വേഗം തന്നെ അവളുടെ ബെഡിൽ അവളുടെ അടുത്ത് ഇരിക്കുകയാണ്. പെട്ടെന്ന് നിധി ഞെട്ടിയുണരുന്നുണ്ട്. ഇയാൾ എന്താ കാണിക്കുന്നതെന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഞാനിനി ഇവിടെ കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഹാളിൽ കിടക്കാനൊന്നും പറ്റില്ല എന്നും പറയുന്നു. ഇത് കേട്ട് ദേഷ്യത്തോടെ ലൈറ്റ് ഓൺ ചെയ്ത് സുധീഷിനോട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് നിധി. പറ്റില്ല, ഞാനിവിടെ തന്നെ കിടക്കും, ഭാര്യയുടെ ഒപ്പമല്ലേ ഭർത്താവ് കിടക്കേണ്ടത്, ഞാൻ പോകില്ല എന്ന് തന്നെ തീർത്ത് പറയാണ് കേട്ടോ സുധീഷ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ പുറത്തു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി പോകാൻ ഒരുങ്ങുമ്പോൾ മുന്നിലേക്ക് കയറി നിൽക്കുന്നുണ്ട് സുധീഷ്. ഇത് ആവശ്യമില്ലാത്ത കാര്യമാട്ടോ സുധീഷ് ചെയ്യുന്നത്, മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറുന്നു പറയുന്നുണ്ട് നിധി. മാറില്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സുധീഷ് പറയുമ്പോൾ നിധി കരഞ്ഞുകൊണ്ട് ഉറക്കെ സുഭാഷ് ഏട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, തുടങ്ങി സുഭാഷ് ഏട്ടനെ നീ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? കതകു തുറക്കാൻ സുധീഷിനോട് വീണ്ടും നിധി ആവശ്യപ്പെടുമ്പോൾ ഇല്ല എന്ന് തന്നെ പറയുന്നുണ്ട് സുധീഷ്. ആ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധി സുഭാഷിനെ വിളിച്ച് കതകു തുറക്കാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ഡോർ ലോക്കും ചെയ്യുന്നുണ്ട് കേട്ടോ സുധീഷ്. പെട്ടെന്ന് ഇത് കേട്ട് സുഭാഷ് എണീറ്റ് ലൈറ്റ് ഓൺ ചെയ്ത് നികേഷിനെയും ഹരീഷിനെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അവർ വേഗം വാതിലിനടുത്തേക്ക് വരുന്നുണ്ട്. നിധിയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടൻ എനിക്ക് പേടിയാവുന്നു, സുധീഷ് വാതിലകത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ആ സമയം ഡോർ ഉച്ചത്തിൽ തട്ടി, സുധീഷ് നീ അകത്ത് എന്ത് ചെയ്യാ, വാതിൽ തുറക്കുന്നു പറയുന്നുണ്ട് കേട്ടോ സുഭാഷ്. ഹരീഷും നികേഷും ഉച്ചത്തിൽ തട്ടിക്കൊണ്ട്
കൊണ്ട് തന്നെ വാതിൽ തുറക്കാനും പറയുന്നു. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങുന്നു പറയുന്നുണ്ട് സുധീഷ്. ബഹളം കേട്ട് ഉറക്കമുണർന്നു വരികയാണ് ഭാസ്കരനും. സുഭാഷേട്ട കതക് തുറക്കാൻ പറയുന്ന നിധി പറയുമ്പോൾ ഡോറ് തുറന്ന് ഇറങ്ങി വരാനാ പറഞ്ഞെന്ന് പറയുന്നുണ്ട് സുഭാഷ്. പെട്ടെന്ന് സുധീഷിനെ തള്ളിയിട്ട് ഡോറ് തുറക്കുകയാണ് കേട്ടോ നിധി മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ് സുഭേഷും. എന്താ ഇവിടെ കാട്ടുന്നതെന്ന് സുധീഷിനോട് സുഭാഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവളുടെ ഭർത്താവാണ്, ഞാൻ ഇവളുടെ ഒപ്പം റൂമിൽ കിടക്കും, എൻ്റെ ഭാര്യയല്ലേ ഇവൾ. റൂമിനകത്ത് വന്നത് മുതൽ സുധീഷ് ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിധി. നീ എന്താ കംപ്ലൈൻ്റ് ഒക്കെ പറയുന്നത്? ഞാൻ അവളുടെ അരികിൽ കിടക്കുന്നതിന് സുഭാഷേട്ടനെ എന്തിനാ ഇവൾ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? ഇത് കേട്ട് കരണത്തിലിട്ട് ഒന്ന് കൊടുത്തതിന് ശേഷം കുടിച്ചു വന്ന അനാവശ്യം കാണിക്കുന്നോടാന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ്. വീണ്ടും ഞാൻ ഇവിടെ തന്നെ കിടക്കുമെന്നും ഞാൻ ഇവളുടെ കൂടെ കിടക്കുന്നതിന് ആരും ചോദ്യം ചെയ്യാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കാൻ നോക്കുമ്പോൾ വീണ്ടും സുധീഷിന്റെ കരണത്തിനിട്ട് തല്ലുന്നുണ്ട് സുഭാഷ്. ആ സമയം തിരിച്ചു തല്ലാൻ ഒരുങ്ങിയ സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും.